ഞങ്ങളുടെ വീട്ടിലെ 2 പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതിലൊരെണ്ണമാണിത്. അപ്പം ഇത് അധികം അങ്ങനെ അടുത്ത് വരാറില്ല, ഇതിന് ഇത്തിരി പേടിയാണ്. അപ്പോൾ മഴ കാരണം എൻ്റെ അടുത്ത് വന്നിങ്ങനെ കുറച്ച് മാറി കിടന്നപ്പോൾ ഞാൻ അതിനെ എൻ്റെ അടുത്തേട്ടെടുത്ത് കിടത്തിയതാണേ. അപ്പോൾ ആൾക്ക് പോകണം, പുന്നാരിച്ചപ്പോൾ ഒരു പേടി. അപ്പം അങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് അതിനെ കൊഞ്ചിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആൾ പോവാൻ വേണ്ടി ധൃതി പിടിക്കുകയാണ് കേട്ടോ, പുന്നാര. അപ്പോൾ പുന്നാരിക്കുമ്പോൾ ഇങ്ങനെ മെല്ലെ തലോടുമ്പോഴൊക്കെ ആൾക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആളിങ്ങനെ പറ്റിക്കൂടാൻ നോക്കുന്നുണ്ട്. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അതുങ്ങൾക്ക് എപ്പോഴും ഒരു നമ്മുടെ ബെഡിലേക്ക് കയറി വരും. അത് കാരണമാണ് പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ എന്ന് ഓർത്തിട്ട് ഇടയ്ക്ക് ഇവിടെയൊക്കെ വൃത്തികേടാക്കി ഇടാറുണ്ട്. ഇന്നും ആക്കി ഇട്ടിട്ടുണ്ട്. ബെഡിലല്ല, ബെഡിൻ്റെ താഴെയൊക്കെ. പക്ഷെ ഭയങ്കര എൻ്റെ പൊന്നോ, അത് മാത്രമുള്ളൊരു പ്രശ്നം. ഇവരൊക്കെ ജഗജില്ലികളാണ് ഇവനൊക്കെ. ഇതാണ് കേട്ടോ അടുത്ത ആൾ. ഇത് പിന്നെ നമ്മളോട് ഇണങ്ങണ ആളാട്ടോ. കുറച്ചും കൂടെയൊക്കെ പേടി മാറി. പിന്നെ ആളെപ്പോഴും ഒരു മൂകത പിടിച്ചിരിപ്പാണ്, ഒരു തളർന്ന മട്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എപ്പോഴും പൂച്ചകൾക്കൊക്കെ എന്തെങ്കിലും വരുമ്പോൾ പറ്റുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ട്. എപ്പോഴും ഒന്നും, ചില സമയത്തൊക്കെ പൂച്ചകൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ കാണില്ലല്ലോ. പൈസ ഉള്ളപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ ചെയ്യില്ലെന്നല്ല, മാക്സിമം അതിനെ കെയർ ചെയ്യാൻ നോക്കും. പിന്നെ പൂച്ചകളെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതണ്ട തഴി കൊടുക്കുമ്പോൾ അത് ഉറങ്ങാൻ നോക്കുന്നു. മറ്റവൻ പോയിട്ടോ. പിന്നെ ഇതിന് ഞാനുണ്ടല്ലോ, ഇവിടെ ഒരു സാരി ഉണ്ട്, എൻ്റെ ഒരു പഴയ സാരിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ വർഷം എനിക്ക് വാങ്ങിച്ച സാരി. പക്ഷേ ഇതുവരെ അത് കളഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി സാരിയാണ്. അത് പിന്നെ ഈ വിരിക്കാനും പുതയ്ക്കാനൊക്കെ അങ്ങ് എടുക്കും. അതിപ്പോൾ ഉടുത്തുകൊണ്ട് പുറത്ത് പോവാറില്ല. പക്ഷെ എനിക്കത് എൻ്റെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട സാരിയാണ്. അതിങ്ങനെ ഇട്ട് കളയുന്നതെന്നല്ല, അതിങ്ങനെ ഒരിക്കലും കളയില്ല. പക്ഷേ തൽക്കാലം അത് എടുത്തപ്പോൾ വിരിക്കാനെടുത്തു. അപ്പോൾ അത് പൂച്ചേനെ ഒന്ന് പുതപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി കഴുകിയെടുക്കും.